നമസ്കാരം. മോട്ടിവേഷൻ ഇല്ലാതെ ഏതൊരു ബിസിനസ്സും തുടങ്ങി വിജയിപ്പിക്കാൻ സാധിക്കുന്ന ആവശ്യമുള്ള 3 മന്ത്രങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ നിരവധി അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്താണ് ബിസിനസ്? ബിസിനസ് എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യത്തിൻ്റെ പുറമെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റില്ല എന്ന ചിന്താഗതിയിലെത്തും. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഗോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു പാഷൻ ആയിരിക്കും, അവരുടെ പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും, ഒരു കഴിവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ചിലർക്ക് നല്ലൊരു കാറ് വാങ്ങിക്കണം, നല്ല വീട് വാങ്ങിക്കണം, കുറേ സ്ഥലത്ത് പോകണം, അപ്പോൾ ഒരുപാട് പണം വേണം. പണത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ട്രൈ ചെയ്യാറുണ്ട്. ചിലർ പാഷൻ്റെ പുറത്ത്, പാഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ്, സ്വന്തമായിട്ട് കഴിവുണ്ടാവും, ആ കഴിവിൻ്റെ പുറമെ ഈ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യം, ഒരു ഗോൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് വരുന്നത്. ഈ 3 മന്ത്രങ്ങളെ പറയുന്ന പേര് വളരെ സിമ്പിളാണ്. അതിന് പറയുന്നതാണ് ഒപെക്സ്, CRFM. എന്താണ് ഈ 3 പില്ലർ എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒപെക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഒപെക്സ്. ഒപെക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ എക്സലൻസ് എന്നാണ് പറയുന്നത്. പൊതുവേ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ഗോൾ, ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ഗോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഫോക്കസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്താനുള്ള ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. നെക്സ്റ്റ് ചെയ്യുന്നത് ഒരു ഐഡിയ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഗോളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഐഡിയ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മൂന്നാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ്. ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാം. ഐഡിയ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ഒന്നുകിൽ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പലരും ബിസിനസ് തുടങ്ങി പൊട്ടി, അപ്പം തന്നെ പൊട്ടി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് നിർത്തി പോകുന്നു. എന്നാൽ അത് ബിസിനസ്സിലെ ഈ ഒപെക്സ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലെ 3ാമത്തെ സ്റ്റേജിൽ വരെ എത്തിയിട്ടുള്ളൂ. അപ്പം തന്നെ ബിസിനസ് നിർത്തി പോകുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിവിനപ്പുറം ഒരു അറിവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ ഒപെക്സിൽ നമ്മൾ 3ാമത്തെ സ്റ്റേജിലെത്തി. അവിടെ ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവ് ആവുന്ന ഒരു ബിസിനസ്സുകാരൻ തുടങ്ങുന്നവൻ്റെ ഉള്ളിൽ ചിന്ത വേണം. പോസിറ്റീവോ നെഗറ്റീവോ അവിടെ ആവശ്യമുള്ള ആ ഒരു പോയിന്റാണ് ഒപ്റ്റിമൈസേഷൻ. കൃത്യമായിട്ട് ആ ഒരു സംഭവത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക്, ഇപ്പോൾ ഫെയിലിയർ ആണെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, ഇനി സക്സസ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സക്സസ് ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഇരുന്ന് മൊത്തം വന്ന വഴി ഒന്നുകൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നാൽ അതിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് വഴി, അല്ലെങ്കിൽ കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആക്കാൻ വേണ്ടി, കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. ആ ഐഡിയയും ഈ സാധനങ്ങളൊക്കെ വീണ്ടും പഴയ സാധനങ്ങളൊക്കെ നമ്മൾ പഴയ ഐഡിയ ഒക്കെ കൂട്ടിച്ചേർത്ത് വീണ്ടും ഒരു സാധനം രൂപാന്തരപ്പെടും. അതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. സീക്രട്ട് ഫോർമുല എന്നൊക്കെ പറയുന്നില്ലേ, ആ സാധനമാണ്. അല്ലാതെ തുടക്കത്തിൽ തന്നെ ഒരു സ്ട്രാറ്റജി, ഒരു സീക്രട്ട് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് റൺ ചെയ്ത് വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റിലേക്ക് ചില ബിസിനസ് എത്തും. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജിയിലേക്ക് അവൻ എത്തിപ്പെടും, ഒരു സീക്രട്ടിലേക്ക് എത്തിപ്പെടും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായ ബിസിനസ്സിൽ സക്സസ് ആവും ഇല്ല. ഇനി 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ആ 2 കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൽ 2ാമത്തെ പില്ലർ എന്ന് പറഞ്ഞത് CR ആണ്, കസ്റ്റമർ റിലേഷൻസ്. അപ്പോൾ കസ്റ്റമർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടണം. കാരണം കസ്റ്റമർ ഈസ് ദ കിങ്. അതെന്നും അങ്ങനെ തന്നെയാണ്. കസ്റ്റമർ എന്ന് കേട്ടാൽ 2ാമത്തെ ഒരു കാര്യം കൂടി വേണം, നമുക്കൊരു റെസ്പെക്റ്റ് വേണം, അതിയായ ബഹുമാനം. ഏത് കസ്റ്റമർ ആണെങ്കിൽ, എന്ത് പ്രോഡക്റ്റിലാണ്, നമ്മൾ എത്രത്തോളം കസ്റ്റമറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം കസ്റ്റമറിനെ നല്ല രീതിയിൽ കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ ഇരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമർ നമ്മളെ നെഗറ്റീവ് പറയാൻ തുടങ്ങും. ആ നെഗറ്റീവ് നമ്മുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? പിന്നീട് നമുക്ക് സെയിൽസ് കൺവേർട്ട് ചെയ്യാനോ സെയിൽസിലേക്ക് എത്താനോ ഒരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. നെഗറ്റീവൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഫേമസ് ആക്കിയിട്ട് കുറേ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് എപ്പോഴും കസ്റ്റമർ റിലേഷൻസ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു കസ്റ്റമർക്ക് കൊടുത്താൽ ആഫ്റ്റർ സർവീസ് വരുന്ന സമയത്ത് അത് വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഓർക്കുക, പണമല്ല പ്രശ്നം. ഒരു കസ്റ്റമർ എത്ര വില കൊടുത്തും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും. അതുപോലെ തന്നെ അവർ സർവീസ് ചെയ്യുമ്പോൾ എത്ര വില കൊടുത്തിട്ട് അവർ സർവീസ് ചെയ്യും. പണമല്ല പ്രധാന പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. കസ്റ്റമറിനെ വളരെ ബഹുമാനത്തോട് റെസ്പെക്റ്റോടുകൂടി ഒരു ഷോറൂംകാരൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് 150 രൂപയ്ക്ക് ആ സാധനം വാങ്ങിക്കും. 120 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് 2 ഷോപ്പിൽ പോയി. അപ്പോൾ ഒരു ഷോപ്പിൽ 120 രൂപ, അടുത്ത ഷോപ്പിൽ പോയപ്പോൾ 150. 120 രൂപ വിലയുള്ള ഷോപ്പിൽ പോയപ്പോൾ ആ കസ്റ്റമറിനോട് വലിയ ബഹുമാനമോ റെസ്പെക്റ്റോ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, ഒരു സന്തോഷത്തോടെ കാണിച്ചിട്ടൊന്നുമില്ല. അവരെന്ത് ചെയ്തു? അവരിങ്ങനെ വെറുതെ സംസാരിച്ച് അവിടെ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോയി. 2ാമത്തെ ഷോപ്പിൽ പോയ സമയത്ത് ലുലുലൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമസ്കാരം. ഇനി
റോയൽ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ വെറുതെ അതുവഴി ഞാൻ പോകുമ്പോൾ ഞാൻ കാലിക്കറ്റ് പോകുമ്പോൾ റോയൽ ഡ്രൈവിൽ കയറി കഴിഞ്ഞാൽ റോയൽ ഡ്രൈവുകാരൻ എന്ത് ചെയ്യും? സർ ഇരിക്കും ഒരു രണ്ടാൾക്ക് ആദ്യം സെക്യൂരിറ്റി നമുക്ക് നമസ്കാരം പറയും. അത് ഞാൻ അവിടെ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് ഓടി വരും, അവരെ നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മൾ ഇരുത്തി കഴിഞ്ഞ് ആദ്യം തന്നെ അപ്പം സ്പോട്ടിൽ തന്നെ നമുക്ക് ഒന്നുകിൽ ജ്യൂസ് അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി ആ സാധനം നമ്മുടെ അടുത്തേക്ക് ടേബിളിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് വർത്തമാനം. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ, എവിടെ പോകുന്ന വഴി. ഇത് ഏതൊരാൾ വന്നും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരാളോടില്ല. അപ്പോൾ അത് കസ്റ്റമർ റിലേഷൻസ് അതിൽ ഭയങ്കര ഹിറ്റാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബിസിനസ് തുടങ്ങിക്കോളും 100% നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടാവും. അടുത്ത കാര്യം എന്ന് പറഞ്ഞത് FM എന്നാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു പണം നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. പണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ വന്ന് കിടക്കും. അത് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചിലപ്പോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെക്കൻഡ് ഡെവലപ്മെന്റിനോ മാർക്കറ്റിങ്ങിനോ വേണ്ടി സ്പെൻഡ് ചെയ്യും. അത് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കുറേ സെയിൽ നമുക്ക് വരും. സെയിൽ വരുമ്പോഴേക്കും നമുക്ക് കുറേ പൈസ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തും. ഈ സ്ഥാപനത്തിൽ എത്തുന്ന പൈസ ഒരുപാട് കാണുമ്പോൾ നമ്മുടെ ബിസിനസ്സുകാരൻ കണ്ണിങ്ങനെ മഞ്ഞളിച്ചിട്ട് ആ പൈസ എടുത്തിട്ട് ആദ്യം അവൻ ചെയ്യാൻ പോകുന്നതാണ് വീട് പണിയാ, BMW വാങ്ങിക്കുക, ട്രിപ്പ് പോവുക, എൻജോയ് ചെയ്യുക. ലൈഫ് വേറെ ലെവലാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്തൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപാട് ബ്രാഞ്ചുകൾ, സ്ഥാപനത്തിൽ ഒരുപാട് ബ്രാഞ്ചുകൾ, ഒരുപാട് എംപ്ലോയീസ്, ഭയങ്കരമായ മോഡിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ ബിസിനസ് പൊട്ടി, 8 നില പൊട്ടി, എല്ലാം സ്റ്റോപ്പായി. എന്താ ഇവിടെ നടന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നടന്ന പ്രോസസ്സ് അയാൾക്ക് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് വന്നു. ആ റവന്യൂ നിന്ന് അദ്ദേഹത്തിന് ഒരു പ്രോഫിറ്റ് വന്നു. ഈ പ്രോഫിറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഈ പൈസ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ പിന്നെ കിട്ടാതാവുന്ന സമയത്ത് പിറ്റത്തെ മാസം ചിലപ്പോൾ റവന്യൂ കുറഞ്ഞാൽ ഡൗൺ ആവാൻ തുടങ്ങും. ഡൗൺ ആയി അവസാനം എന്നേക്കും ഇല്ലാത്ത ഒരു അവസ്ഥയിലെത്തും. അപ്പോൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. ബിസിനസ്സിൽ നിന്ന് ഒരു പൈസ വന്നു കഴിഞ്ഞാൽ അതിനെ റവന്യൂ ആയിട്ട് കാണുക. ആ റവന്യൂ നിന്ന് പ്രോഫിറ്റ് വേർതിരിച്ചെടുക്കുക. പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ അത് ബിസിനസ്സുകാരന് കൊണ്ടുപോകാനുള്ള സാധനമൊന്നുമല്ല. ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക. ഒന്നുകിൽ സ്ഥാപനത്തിന്റെ പേരിൽ എവിടെയെങ്കിലും സേവ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സുകാരന്റെ പേരിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇത് സെക്കൻഡ് ടൈപ്പിൽ ഇൻവെസ്റ്റ്മെന്റാണ്. ഫസ്റ്റ് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നമുക്ക് റിട്ടേൺ വന്നു. ആ പ്രോഫിറ്റ് വന്നതിന് ശേഷം ആ പ്രോഫിറ്റ് നമ്മൾ മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആവാം, ലൈക്ക് ഗോൾഡ് ആവാം, അല്ലെങ്കിൽ കുറേ കമ്പനികളുടെ സ്റ്റോക്ക് ആവാം. അപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്കൊരു പേയ്മെന്റ് കിട്ടുന്നു. അതായത് അവിടെ നിന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻകം എന്ന് നമ്മൾ പറയാം. ആ ഇൻകത്തിനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ എന്ത് കാര്യത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഇൻകം എപ്പോഴും സ്റ്റേബിൾ ആണ്. നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് എല്ലാ മാസവും പേയ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ പൈസ എടുത്ത് എന്തും ചെയ്യാം. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ബിസിനസ്സിലേക്ക് നമുക്ക് ഈ ഇൻകം വരുമല്ലോ, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആ ഇൻകം എടുത്തിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോവുകയാണെങ്കിൽ ഒരിക്കലും ബിസിനസ് പൊട്ടില്ല. കാരണം ബിസിനസ്സിൽ പൈസ ഇല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം അങ്ങോട്ടിടും. ഇനി എൻ്റെ ബിസിനസ് കറക്റ്റായി നടക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വാഹനം വാങ്ങിക്കുന്നു, വീട് പണിയുന്നു, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു, ഭയങ്കര സെറ്റായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ OPEX, CRFM, ഈ 3 പില്ലറുകൾ പഠിച്ച സാമർഥ്യനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇത്രയും പ്രഗത്ഭനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അദ്ദേഹത്തിന് എത്തില്ല. കാരണം എവിടെ ഫെയിലിയർ ആവും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടും ശക്തമായിട്ടും പഠിച്ചിട്ടാണ് ആ ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ വലിയ നിലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഒരാൾക്കും ഒരു മോട്ടിവേഷൻ്റെയും ആവശ്യമില്ല ബിസിനസ് ചെയ്യാൻ. പിന്നെ മാനസികമായ പിന്മുറക്കങ്ങൾ അത് സ്വാഭാവികം, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. അതിന് നമുക്ക് ആവശ്യമുള്ള നല്ലൊരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുക എന്നത് മാത്രമാണ്. അത് നമ്മുടെ ഫസ്റ്റത്തെ ഓപ്പറേഷണൽ എക്സലൻസിൽ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. നല്ലൊരു ടീമിനെ കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് വെക്കണം. എല്ലാ ആക്ടിവിറ്റിയും ഞാൻ ബിസിനസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ തന്നെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യും എന്നുള്ള ചിന്താഗതി ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവാൻ പാടില്ല. ഒരു ടീമിനെ വെച്ച് ആ ടീമിനെ വെച്ച് നയിക്കുന്നവനായിരിക്കും. ആ ടീമിന് ഒരു സിസ്റ്റം ഡ്രിവൺ ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റണം. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അവർക്ക് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ. ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഒരു ഫെയിലിയറോ സക്സസ് ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അവിടെ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ആ ഒപ്റ്റിമൈസേഷൻ എന്ന വിഭാഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിട്ടുള്ള പ്രത്യേക ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രത്യേകമുള്ള ഒരു സിസ്റ്റം ഡ്രിവൺ ഓർഗനൈസേഷൻ ആക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓട്ടോമേഷൻ എന്നൊക്കെ നമുക്ക് ഇതിനെ വേണം പറയാം. അപ്പോൾ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീക്രട്ട് ഫോർമുല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ആരെങ്കിലും ബിസിനസ്സുകാർ നിങ്ങൾക്കിടയിലുണ്ട്, എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ കൂടി ബിസിനസ്സിൽ വലിയ പെർഫെക്റ്റ് ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സഹായം നൽകാം. വീഡിയോ കണ്ട എല്ലാ ആൾക്കാരും താങ്ക് യു സോ മച്ച്. വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.